ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. തുടർന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരുമേനി പറയുകയാണ്, ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടണം. അങ്ങനെ മീനാക്ഷി തന്റെ സാരിത്തുമ്പും കാർത്തിയുടെ മുണ്ടിന്റെ അറ്റവും തമ്മിൽ കൂട്ടിക്കെട്ടുകയാണ്. ഇനി നിങ്ങൾ പരസ്പരം നെറ്റിയിൽ ഭസ്മവും ചന്ദനവും തൊട്ടു കൊടുക്കണം, ശിവപാർവതിമാരെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്. തുടർന്ന് കാർത്തിയും മീനാക്ഷിയും പരസ്പരം ചന്ദനവും ഭസ്മവും തൊട്ടുകൊടുക്കുകയാണ്. ഇത് കാണുന്ന സാവിത്രിക്കൊഴികെ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. തുടർന്ന് തിരുമേനി പറയുകയാണ്, ഇനി കാർത്തി മീനാക്ഷിയുടെ സീമന്തരേഖയിൽ കുങ്കുമം തൊട്ടുകൊടുക്കണം. ഇത് കേൾക്കുന്ന കാർത്തിക്ക് മൈഥിലിയുടെ ഓരോരോ കാര്യങ്ങളായി ഓർമ്മ വരികയാണ്. ACP ഇപ്പൊ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ചാർത്തി കൊടുത്ത സിന്ദൂരത്തിന്റെ മഹത്വം മനസ്സിലാകാത്തവരെ പിന്നീട് ഓർക്കാനേ പാടില്ലെന്ന് മീനാക്ഷി കാർത്തിയോട് പറയുന്നു. ഇത് കേൾക്കുന്ന കാർത്തി മീനാക്ഷിയുടെ സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തുകയാണ്. ഇത് കാണുന്ന എല്ലാവർക്കും സന്തോഷമാകുന്നു. എന്നാൽ സാവിത്രി ദേഷ്യത്തോടെ ഇതെല്ലാം നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്വാമിനാഥനെയാണ്. സ്വാമിനാഥൻ വൈശാഖിനെ വിളിച്ച് വൈകുന്നേരം വരുമോ എന്ന് ചോദിക്കുന്നു. അതെന്ത് ചോദ്യമാ സാറേ, ഞങ്ങള് വരാതിരിക്കുമോ? പിന്നെ നീ വരുമ്പോ മൈഥിലിക്കുട്ടിയെ കൂടി കൊണ്ടുവരണമെന്ന് സ്വാമിനാഥൻ പറയുമ്പോ തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാമെന്ന് വൈശാഖ് പറയുന്നു. അതേസമയം മൈഥിലി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ, നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ വൈശാഖ് പറയുകയാണ്, അതെ, ഇന്ന് നമ്മുടെ സ്വാമിനാഥൻ സാറിന്റെ ബർത്ത്ഡേ ആണ്. അതിനെന്താണെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ വൈശാഖ് പറയുകയാണ്, നീ എന്താ മൈഥിലി ഇങ്ങനെയൊക്കെ പറയുന്നത്? അദ്ദേഹം ബർത്ത്ഡേക്ക് നമ്മളെ രണ്ടുപേരെയും ക്ഷണിച്ചിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൂടി വാങ്ങിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. എന്താണെങ്കിലും നമുക്ക് പോകണമെന്ന് വൈശാഖ് പറയുമ്പോൾ ഞാൻ എങ്ങും വരുന്നില്ല, നീ ഒറ്റയ്ക്ക് പോയാൽ മതിയെന്ന് മീനാക്ഷി പറയുന്നു. എന്നാലേ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്നില്ല, നീയും കൂടി വരണമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വൈശാഖ് പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ജയറാമൻ അവിടെ മാറി നിന്ന് പൂജ കാണുന്നത് കണ്ടുകൊണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ്. കൈമൾ, എന്താ അച്ഛാ, എന്തു പറ്റിയെന്ന് മാലതി ചോദിക്കുമ്പോ കൈമൾ പറയുകയാണ്, കണ്ടില്ലേ എന്റെ മോൻ അവളെ പേടിച്ചിട്ടാ ഇങ്ങോട്ടേക്ക് വരാത്തത്. അച്ഛൻ അമ്മയൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താമെങ്കിൽ ഞാൻ പോയി വല്യേട്ടനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് മാലതി പറയുന്നു. തുടർന്ന് കൈമൾ അതിന് സമ്മതിക്കുമ്പോൾ മാലതി ജയറാമിനെ കൂട്ടാനായി പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാലതി ജയറാമിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. വല്യേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? അങ്ങോട്ടേക്ക് വരാൻ മാലതി പറയുമ്പോൾ ഞാൻ വരുന്നില്ല മോളെ, അവിടെ നല്ലൊരു പൂജ നടക്കുകയാണ്. ഞാൻ വന്നിട്ട് ഇനി പൂജ മുടങ്ങണ്ട. ഞാൻ വന്നാൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുകയുമില്ല. വെറുതെ എന്തിനാ ഞാനായിട്ട് ഒരു ചടങ്ങ് അലങ്കോലപ്പെടുത്തുന്നത്? ഞാൻ ഇവിടെ നിന്നോളാം. അത് പറ്റില്ല, വല്യേട്ടൻ അങ്ങോട്ടേക്ക് വരണം. ഒന്നാമത് അവിടെ ജഗദീഷ് ഏട്ടൻ പോലും ഇല്ലാത്തതാ, അതുകൊണ്ട് വല്യേട്ടൻ എന്താണെങ്കിലും എന്റെ ഒപ്പം വരണമെന്ന് പറഞ്ഞ് ജയറാമിനെ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടു പോവുകയാണ് മാലതി. തുടർന്ന് തിരുമേനി പറയുകയാണ്, നാളത്തെ പൂജയ്ക്കുള്ള തേൻ നിങ്ങൾ രണ്ടുപേരും കാട്ടിൽ പോയി കൊണ്ടുവരണം. ഇത് കേൾക്കുന്ന മീനാക്ഷി ഞെട്ടലോടെ കാർത്തിയെ നോക്കുകയാണ്. കാട്ടീന്നോ എന്ന് മീനാക്ഷി ഞെട്ടലോടെ ചോദിക്കുമ്പോ തിരുമേനി പറയുകയാണ്, അതിന് നിങ്ങൾ കുറെ ദൂരെയൊന്നും പോകണ്ട, ഇവിടെ അടുത്തുണ്ടല്ലോ, 1/2 കിലോമീറ്റർ അപ്പുറത്ത് മേപ്പാടി കാടുണ്ട്. അവിടെ നല്ല അസൽ തേൻ തന്നെ കിട്ടും. അയ്യോ, ആ കാട്ടില് മുള്ളംപന്നിയും മൂർഖൻ പാമ്പുമൊക്കെ ഉള്ളതാ എന്ന് സാവിത്രി പറയുമ്പോ മീനാക്ഷി പറയുകയാണ്, ഞങ്ങള് പൂക്കൾ പറിക്കാനായി പോയപ്പോ ACPയുടെ നേരെ ഒരു മൂർഖൻ പാമ്പ് പത്തി വിടർത്തിക്കൊണ്ട് വന്നിരുന്നു. പിന്നെ പാമ്പ്, ഇതൊക്കെ ഇവളുണ്ടാക്കുന്ന വെറും നുണക്കഥകൾ മാത്രമാണെന്ന് സാവിത്രി പറയുന്നു. പാമ്പിനെ ഞാൻ നേരിട്ട് കണ്ടതാണെന്ന് മീനാക്ഷി പറയുമ്പോ അവൾക്ക് നുണ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണെന്നും പാമ്പുകള് എല്ലായിടത്തും ഉണ്ടെന്നും മാലതി പറയുന്നു. ഇത് കേൾക്കുന്ന ജയറാം മനസ്സിൽ പറയുകയാണ്, മോള് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഇവിടെ പരിചയമില്ലാത്ത ഒരുത്തിനെ കണ്ടായിരുന്നല്ലോ, അത് ആരായിരിക്കും? അപ്പോ നാളത്തെ പൂജയ്ക്ക് നിങ്ങള് കാട്ടുതേനുമായിട്ട് വരണമെന്ന് തിരുമേനി പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി താരാട്ടുപാടി കുഞ്ഞിനെ ഉറക്കുന്നതാണ്. തുടർന്ന് മീനാക്ഷി കുഞ്ഞിനോട് പറയുകയാണ്, എന്റെ പൊന്നു ഉറങ്ങിക്കോ, അമ്മയെ ഫാൻ ഇട്ട് തരാം. തുടർന്ന് ഫാൻ ഇട്ടതിന് ശേഷമാണ് മീനാക്ഷി ഫാനിലെ പൊടി ശ്രദ്ധിക്കുന്നത്. പാവം എന്റെ കുഞ്ഞ്, ചുമ്മാതല്ല ജലദോഷം മാറാത്തത്, ഇതിപ്പോ തന്നെ തുടച്ചു കളഞ്ഞേക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഒരു തുണിയെടുത്ത് കട്ടിലിന്റെ പുറത്ത് കയറി പൊടി തുടയ്ക്കാൻ നോക്കുകയാണ്. അതേസമയം മീനാക്ഷി എന്ന് വിളിച്ചുകൊണ്ട് കാർത്തി അങ്ങോട്ടേക്ക് വരുമ്പോ ബാലൻസ് തെറ്റി മീനാക്ഷി താഴേക്ക് വീഴാൻ ഒരുങ്ങുന്നു. പെട്ടെന്ന് കാർത്തി വന്ന് മീനാക്ഷിയെ താങ്ങിയെടുക്കുകയാണ്. തുടർന്ന് മീനാക്ഷിയും കാർത്തിയും ചിരിച്ചുകൊണ്ട് പരസ്പരം നോക്കുകയാണ്. മീനാക്ഷിയെ താഴെ നിർത്തി കാർത്തി പറയുകയാണ്, അതെ, ഇപ്പൊ ഞാൻ വന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന്റെ അമ്മയുടെ കൈ ഒടിഞ്ഞേനെ. ഇത് കേൾക്കുന്ന മീനാക്ഷി ചിരിക്കുമ്പോ കാർത്തി പറയുകയാണ്, അതെ,
നാളെ നമ്മള് മേപ്പാടി കാട്ടിലേക്ക് പോകുന്നുണ്ട് കാട്ടുതേൻ എടുക്കാനായി. ഇന്ന് പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ നുണ പോലെ നാളെ എന്തൊക്കെയാ പറയാൻ പോകുന്നത്? അതെ, ഞാൻ പറഞ്ഞത് സത്യമായിരുന്നെന്ന് മീനാക്ഷി പറയുമ്പോ നുണ പറയാനേ നിന്നേക്കാൾ എക്സ്പേർട്ട് ആയിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ലെന്ന് കാർത്തി പറയുന്നു. തുടർന്ന് കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്ന് മീനാക്ഷി പറയുകയാണ്, മോളെ, നിന്റെ അച്ഛനെ തനി പോലീസാ. സത്യം പറഞ്ഞാലും വിശ്വസിക്കാനേ പോകുന്നില്ല. ഇനി ചിലപ്പോ ഇവള് പറഞ്ഞത് സത്യമായിരിക്കുമോ എന്ന് കാർത്തി ആലോചിക്കുന്നു. അതേസമയം പായും തലേണയും എടുത്തുകൊണ്ട് വന്നിട്ട് മീനാക്ഷി പറയുകയാണ്, അതെ, അങ്ങോട്ടേക്ക് മാറി നിന്നേ, എനിക്ക് ഉറങ്ങണം. അങ്ങനെ മീനാക്ഷി കിടന്നു കഴിയുമ്പോ കാർത്തി ചോദിക്കുകയാണ്, ഇതെന്താ അട്ടയോ? അതെ, മെത്തയില്ലാത്ത അട്ട. ഇത്രയും പറഞ്ഞ് മീനാക്ഷി കിടക്കുമ്പോ ചിരിച്ചുകൊണ്ട് മീനാക്ഷി നോക്കുകയാണ് കാർത്തി. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയെയാണ്. ജയറാമിനുള്ള ഫുഡുമായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് നന്ദിനി. അയ്യോ, മീനാക്ഷിയെ കണ്ടില്ലല്ലോ. ഇനിയിപ്പോ ജയേട്ടന് ഇതാരു കൊണ്ട് കൊടുക്കാനാ? അവളെ വിളിച്ചാലോ? വേണ്ട, കാർത്തിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഞാൻ തന്നെ കൊണ്ട് കൊടുക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദിനി ജയറാമന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അതേസമയം ജയറാമൻ ഉറങ്ങുകയായിരുന്നു. പാവം, ഉറങ്ങിക്കോട്ടെ, വിളിക്കണ്ട എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആഹാരം കൊണ്ടുപോയി മേശപ്പുറത്ത് വെക്കുകയാണ് നന്ദിനി. തുടർന്ന് ജയറാമന്റെ കയ്യിലേക്ക് നോക്കി മീനാക്ഷി പറയുകയാണ്, എന്റെ ജീവൻ രക്ഷിച്ച കൈയാണിത്. അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ കഥകിൽ തട്ടിയിട്ട് നന്ദിനി അവിടെ നിന്ന് പോവുകയാണ്. പെട്ടെന്ന് ജയറാമൻ ഞെട്ടി എഴുന്നേൽക്കുന്നു. ഭക്ഷണം കൊണ്ട് ആരാ വന്നത്? മോളാണോ അതോ ദേവിയാണോ? മോളായിരുന്നെങ്കിൽ തട്ടി വിളിച്ചേനെ, ദേവിയാകാനാ സാധ്യത എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ജയറാം. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.